ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഇഞ്ചിക്കറിയുടെ വീഡിയോയാണ് നിങ്ങൾക്ക് ഇട്ട് തരാമെന്നായിരിക്കുന്നത്. ഓണമായിട്ട് മാങ്ങ അച്ചാറിൻ്റെയും നാരങ്ങ അച്ചാറിൻ്റെയും വീഡിയോ ഇട്ടു. ഇതാ ഇഞ്ചിക്കറിയുടെ ഞാൻ ഇന്ന് നമ്മുടെ മോഡുലാർ കിച്ചണിൽ വെച്ചാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് കുറേ നാളാവും. മക്കളുള്ളപ്പോൾ മോനൊക്കെ ഉള്ളപ്പോൾ മാത്രമാണ് കത്തിക്കുന്നത്. അപ്പം ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചു. ഫ്രൈ പാൻ അല്ലത്, അല്ലാത്ത ഒരു കടായി പോലത്തെ ഒരിതാണ് പാൻ. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട്. ഈ അടുപ്പ് വല്ലപ്പോഴാ തീ പറ്റിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കത്തി വരാൻ പാട്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കത്തിച്ചപ്പോഴത്തേക്ക് ഒത്തിരി കത്തി വരാനായിട്ട് ഒത്തിരി ഇതായിരുന്നു. നമ്മൾ വല്ലപ്പോഴൊക്കെ ഇത് തീ പറ്റിക്കണം. ഇത് തോനെയായി ഇപ്പോൾ കത്തിച്ചിട്ട്. അപ്പം ഇഞ്ചി അരിഞ്ഞ് കൊണ്ടുവന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം എണ്ണ ഒഴിച്ചത് കണ്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ ഒന്നുകൂടി കാണിക്കുന്നതാണ്. വീഡിയോയിൽ കണ്ടില്ല എന്ന് വിചാരിച്ച് ഒന്നുകൂടെ കാണിച്ചതാണ്. അപ്പം നല്ല നാടൻ ഇഞ്ചിയാണ്. നാടൻ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി. ഇഞ്ചി അതിലേക്ക് ഇടുകയാണ്. ഇഞ്ചി അതിലേക്കിട്ട് മൂപ്പിച്ച് കോരണം. നമുക്ക് അപ്പുറത്ത് അതിൽ കൂടെ ചേർന്ന് തന്നെ വേറെ അടുക്കളയുണ്ട്. അപ്പോൾ അതിൽ ഗ്യാസൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് കത്തിക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, എല്ലായിടവും ഒരു ഗ്യാസിൽ തന്നെ രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മോഡുലാർ കിച്ചൻ്റെ ഇതും മറ്റേതും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഗ്യാസിൽ തന്നെയാണ് രണ്ട് ഇതും കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഇത് കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇത് കൊടുക്കാൻ വന്നപ്പോൾ ഒരു ഗ്യാസിൽ തന്നെ ഇതായിട്ടങ്ങ് കൊടുക്കുക. അങ്ങനെയാണ് എല്ലായിടവും കൊടുക്കുന്നത്. കൊടുക്കട്ടാന്ന് ചോദിച്ചപ്പോൾ മോൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തില്ലായിരുന്നു. പക്ഷേ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പിന്നെയാണ് അതറിയുന്നത്. അപ്പോൾ രണ്ട് ഗ്യാസ് ഊറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിലും കൂടെ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇഞ്ചി ഏകദേശം പകുതി മൂപ്പായിട്ടുണ്ട്. അപ്പം അങ്ങേറ്റത്തേക്ക് നല്ല തീയുള്ളതാണ്. ഞാൻ തീ കുറച്ചുള്ള ഇതിലാണ് ഇഞ്ചി മൂപ്പിച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഞ്ചി വയ്ക്കാൻ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ നേരത്തെ ഇഞ്ചിയുടെയും നാരങ്ങയുടെയും മാങ്ങയുടെയൊക്കെ വീഡിയോ ഇട്ട് തരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം താമസിച്ചിട്ടപ്പോൾ 1-2 പേര് ചേച്ചി മുമ്പേ ഇട്ട് തരാൻ എന്തെന്ന് 1-2 പേരിൻ്റെ കൂടെ കമൻറ്റിലൂടെ ചോദിച്ചായിരുന്നു. അപ്പം നമ്മളെ വീഡിയോ ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നു എങ്കിൽ ഉപയോഗപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഇടുന്നത്. അപ്പോൾ ഇഞ്ചി നല്ല നാടൻ ഇഞ്ചിയാണ് കേട്ടോ. പാണ്ടി ഇഞ്ചിയൊന്നുമല്ല, നമ്മളെ പെരയിടത്തുനിന്ന് വെട്ടിയെടുത്ത ഇഞ്ചിയാണ്. നമുക്ക് നമ്മുടെ പെരയിടത്തുനിന്ന് ഒരു കാന്താരി മുളകായാലും പറിച്ചെടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഇത് അമ്മ നട്ടിട്ടിരുന്ന കുറച്ച് ഇഞ്ചി, ഒരു ഇഞ്ചി കുറച്ചുണ്ടായിരുന്നു. അതും പിന്നെ മോള് കുറച്ച് ഇഞ്ചി കൊണ്ടുവന്നു. അങ്ങനെ നല്ല നാടൻ സൂപ്പർ ഇഞ്ചിയാണിത്. പിന്നെ നമ്മുടെ പെരയിടത്തിലുള്ള എന്തെങ്കിലും സാധനം, ചേന വെട്ടിയെടുക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേങ്ങ നമുക്കുള്ള ഇതിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഇതൊക്കെ ഓണം കൊള്ളാൻ വെട്ടിയെടുക്കുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ഏത്തക്കൊല ഒരെണ്ണം നിൽപ്പുണ്ട്, 2 അല്ലാതെ വിളയാതെ തന്നെ നിൽപ്പുണ്ട്. ഒരെണ്ണം അത്യാവശ്യത്തിന് വിളഞ്ഞ് നിൽപ്പുണ്ട്. അത് നമ്മൾ വെട്ടിയില്ല ഓണമായിട്ട്. പക്ഷേ അതിൽ നിന്ന് പറ്റുമെങ്കിൽ 2 കായ എടുക്കണം. അങ്ങനെ അതൊക്കെ നമ്മുടെ പെരയിടത്തിൽ നിന്ന് എടുക്കുന്ന ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. ഒരു മുളക് പോയി പറിച്ചെടുക്കാനുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനെ ഇഞ്ചി ഏകദേശം അങ്ങനെ മൂത്ത് വരുന്നു. മോളും കൊച്ചും കൂടി അങ്ങ് അക്കരോട്ട് പോയി. അപ്പം ഇഞ്ചി ഏകദേശം നല്ല ഒരു ബ്രൗൺ നിറത്തിലേക്ക് വരുന്നുണ്ട്. ഏകദേശം നല്ല മൂപ്പിലേക്ക് അടുത്ത് വരുന്നു. അപ്പം നമ്മൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇഞ്ചി മൂത്ത് കരിഞ്ഞു പോകരുത്. നമുക്ക് ആ ഇഞ്ചിക്കൊരു പരുവമുണ്ട്, അത് നോക്കി നമ്മൾ ശ്രദ്ധിച്ചിരുന്നോളണം. ഇഞ്ചി മൂത്ത് കരിഞ്ഞു പോകരുത്. ഇനി ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചേക്കണം. ഇത് ഇഞ്ചി മൂത്ത് നമ്മൾ കോരി വെച്ച് ഒരു ശകലം തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലെന്ന് പറഞ്ഞാൽ മിക്സിയിലല്ല, കല്ലിൽ പൊടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ കല്ലിലല്ലേ പൊടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴല്ലേ മിക്സിയൊക്കെ വന്നത്.
അപ്പം അതൊന്ന് കോരി വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. കല്ലിലായാലും മിക്സിയിലായാലും ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം പൊടിച്ചെടുക്കാൻ അത് കോരി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മുളകും ഉള്ളിയും കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കടുക് വറുത്തതിന് ശേഷം കടുവും കരിവേപ്പിലയൊക്കെ ഇട്ട് കടുക് വറുത്തതിന് ശേഷം ഈ ഉള്ളിയും മുളകും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിക്കണം. മൂപ്പിച്ച് അത് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ഈ ഇഞ്ചി പൊടിച്ചത് അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഈ ഇഞ്ചി ഏകദേശം എന്തായാലും നല്ല ബ്രൗൺ നിറമായി കോരാൻ്റെ സമയമായി. അപ്പം ഞാൻ ഇഞ്ചി കോരാനായിട്ട് പാത്രമൊക്കെ എടുത്ത് വെച്ചു. അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഗ്യാസ് നല്ല ഫുൾ ഇത് കുറച്ച് വെച്ചിരിക്കുകയാണ്. നല്ലപോലെ ഫുള്ള് കുറച്ച് വെച്ചിരിക്കുകയാണ്. കാര്യം അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഇഞ്ചി അങ്ങ് ഇതായി പോവും. അപ്പം നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി കോരാനുള്ള ഇതായി. പാത്രമൊക്കെ എടുത്ത് കണ്ണാപ്പ തവിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി കോരുന്നതിൻ്റെ ഒരിതിലേക്കാണ്. നമുക്ക് കാണുമ്പോഴത്തേക്ക് അറിയാമല്ലോ. നമുക്ക് ഇതിൽ കാണുന്ന കണക്കല്ല, നമുക്ക് കാണുന്നതും ഇതിൽ കാണുന്നതും അതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇഞ്ചി ചിലപ്പോൾ നമുക്ക് ഒത്തിരി ഒന്ന് മൂത്തു എന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മൾ കോരുമ്പം മൂത്താവില്ല. അപ്പോൾ അതായത് കോരാനായിട്ടുള്ള ഇതാണ് ഞാൻ നോക്കുന്നത്. ഇനിയിപ്പം ഇഞ്ചി കോരുന്ന ഒരിതാണ്. മറ്റേ സ്റ്റീൽ കണ്ണാപ്പ സ്റ്റീൽ കൊച്ച് അതുണ്ട്, അത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനി കോരുന്ന ഒരിതാണ്. ഇനിയിപ്പോൾ എടുത്ത് അങ്ങ് കോരിയെടുക്കും. ഞാൻ ഫുള്ള് കുറച്ച് വെച്ച് ഇതാക്കിയിട്ട് അങ്ങ് എല്ലാം കോരിയെടുക്കും. കോരിയെടുത്തിട്ട് വേണം ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനുള്ളത്. അപ്പോൾ ഈ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അടുപ്പ് നമ്മൾ നല്ലപോലെ കത്തുന്ന 3 അടുപ്പാണ്. മോൻ പറയും അത് കത്തിക്കേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ പിന്നീടാണ് നമ്മൾ അറിയുന്നത് കത്തിക്കാതെ കിടക്കുമ്പോഴത്തേക്ക് അതിൽ അത് പിന്നെ അത് ഏത് സാധനമായാലും നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേക്ക് മറ്റേ അടുപ്പുണ്ടല്ല എല്ലാം കൂടെ എന്തിനിട്ട് ഇതാക്കുന്നതെന്നുള്ള ഒരിതിലാണ് മോൻ പറയുന്നത്. അപ്പുറത്ത് ഗ്യാസൊക്കെ ഇരിക്കുകയില്ലേ. അപ്പം നമ്മൾ കത്തിക്കാതിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഇതിൽ എല്ലാ സാധനങ്ങളും കേടായി പോകും. ഇപ്പം തന്നെ അതിൻ്റെ അപ്പുറത്ത് മറ്റേ പൊരിക്കുന്ന ഇത് ഫ്രൈ ഒക്കെ ചെയ്യുന്നൊരു ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് അവർ വെച്ചിട്ട് പോയ കണക്കിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ഓണാക്കിയിട്ടുമില്ല. അങ്ങനെ ഏത് സാധനമായാലും നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പം അത് ഇവിടെ ആർക്കും ഉപയോഗിക്കാൻ അറിഞ്ഞും കൂടാ. അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായ പാകപ്പിഴകൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഏത് സാധനമായാലും നമ്മൾ കൂടെയെങ്കിലും ഓണാക്കുകയും ഓഫാക്കുകയും ഉപയോഗിക്കുകയും എല്ലാം ചെയ്യണം. നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിൻ്റേതായ ഇത് വരും. അപ്പം ഇഞ്ചി എല്ലാം കോരിയെടുത്തു. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. കോരിയെടുത്തിട്ട് ഇപ്പം കടുക് വറുത്ത് ഇഞ്ചിയും മുളകും ഉള്ളിയും മുളകും ഞാൻ അരിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇഞ്ചി അവിടോട്ട് കോരി വെച്ച് തണുത്തിട്ട് ഒത്തിരി ഒന്ന് ചൂട് പോയിട്ട് പൊടിക്കാൻ മോളോട് പറയുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് കടുക് വറുക്കാനുള്ള ഇതിലേക്ക് നോക്കാം. അതാ കടുക് ഇട്ടു. ശകലം 2 ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. ഉലുവ പൊടിച്ചത് ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ എളുപ്പത്തിന് 2 ഉലുവയും ഇട്ട് കൊടുത്തു. ഞാൻ മിക്കവാറും കടുക് വറുക്കുമ്പം ഇതിൽ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്നതിനകത്ത് ഉലുവ ഇരിപ്പുണ്ട്. അപ്പോൾ 2 ഉലുവയും ഇട്ട് കൊടുക്കും. അപ്പം അത് പൊട്ടി വരാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. 2 വറ്റൽമുളകും ഇട്ടു. 2 വറ്റൽമുളകും ഇട്ടു. ഇനി കറിവേപ്പില ഇടും. 2 കരിവേപ്പില ഇടാനായിട്ട് 2 കരിവേപ്പില അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കൈത്തണ്ട്. അപ്പോൾ കരിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും കരിവേപ്പില ഇട്ടു. കരിവേപ്പില ഇട്ടതിന് ശേഷം ഇനി ഉള്ളിയും മുളകും കൂടി നമുക്കതിലേക്കിടാം. കണ്ടോ? ഇനി ആ ഉള്ളിയും മുളകും കൂടി ഞാനതിലേക്ക് ഇടുകയാണ്. ഇഞ്ചിക്കറി വയ്ക്കാൻ ഇനി ആർക്കും അറിഞ്ഞുകൂടാ എന്ന് പറയരുത്. ഇതെല്ലാം ഞാൻ എൻ്റെ അമ്മയുടെ ഇതിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്. അമ്മ ഇഞ്ചിയൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ അടുത്ത് പോയി ഇഞ്ചിയൊന്നും അമ്മ തന്നെയാണ് വയ്ക്കുന്നത്. ഇത്തിരി ഒരിതാവുന്നത് വരെയും ഞാനിതൊന്നും വെച്ചിട്ടില്ല. അമ്മ തന്നെ വയ്ക്കുമായിരുന്നു. അമ്മയുടെ അടുത്ത് പോയി ഇതെല്ലാം കണ്ടുപഠിച്ചതാണ്. ഇപ്പം എല്ലാം നല്ല സൂപ്പറായിട്ട് വയ്ക്കാനുള്ള ആ ഒരിത് നമുക്ക് എല്ലാം എൻ്റെ അമ്മയുടെ ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഇനി ആ ഉള്ളിയും അതൊക്കെ ഒന്ന് മൂത്ത് വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം.
ഗ്യാസിൻ്റെ തീ കൂട്ടിയിട്ടില്ല. ഗ്യാസിൻ്റെ തീ കൂട്ടാൻ മറന്നു പോയിട്ടുണ്ട്. അതാണ് കൂട്ടിയാന്തോ കൂട്ടിയിട്ടുണ്ട് കൂട്ടി. അപ്പോഴെങ്കിലേ അത് മൂത്ത് വരുള്ളൂ. ഞാൻ ഫുള്ള് കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി മറ്റേ ഇത് പൊടിച്ച് കൊണ്ടുവരണം. പൊടിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഞാനവിടെ ഇത്തിരി ഒരു പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിയിട്ട് വെച്ചിരിക്കുന്ന പുളി ഒന്ന് പിഴിഞ്ഞ് അതിൽ മുളക് പൊടി, ഒരു ശകലം മല്ലിപ്പൊടി ഇതൊക്കെ ചേർക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അതെല്ലാം ചേർത്ത് അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഈ ഉള്ളി ഒരുവിധമൊക്കെ മൂത്ത് വരുന്നുണ്ട്. കണ്ടോ, ഉള്ളി ഒരുവിധമൊക്കെ മൂത്ത് റെഡിയായി വരുന്നുണ്ട്. ഉപ്പ് കൊടുത്തില്ല, ഉപ്പ് കാവേരി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇന്ന് ഉത്രാടപ്പാച്ചിലാണ് എല്ലാവരും അല്ലേ? എല്ലാവർക്കും ഒന്നാം ഓണം ഉത്രാടാശംസകൾ. അപ്പോൾ നമ്മുടെ ഉള്ളി ഒരുവിധം മൂത്ത് വന്നിരിക്കുന്നു. കണ്ടോ, ഉള്ളി ഒരുവിധം മൂത്ത് വന്നു. ഇന്നലെ വൈകിട്ടും കണ്ടോ, വെയിറ്റ് ചെയ്യുകയാണ്. ഉള്ളി നല്ലതുപോലെ ചുമന്ന് ഇത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് കാപ്പി കാലത്തെ അപ്പവും ഗ്രീൻ പീസ് കറിയുമാണ്. അപ്പം ഉള്ളി മൂക്കാനായിട്ട് തീ കുറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും സമയം എടുക്കുന്നത്. അല്ലെങ്കിലും ഉള്ളിയും മുളകും എല്ലാം മൂത്ത് വരാനായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും സമയമൊക്കെ ഇങ്ങനെ തോന്നുന്നെങ്കിലും എല്ലാ വീട്ടിലും എല്ലാവർക്കും ഉത്രാടപ്പാച്ചിലിങ്ങനെ ഒരു തിരക്കിലിങ്ങനെ ഓടുകയാണ് എല്ലാവരും അല്ലേ? അപ്പം നമുക്ക് മോളെന്തിനോ തിരിച്ചു വന്നു. എന്തോ സാധനം എടുക്കാനാണോ മറന്നു പോയായിരിക്കും, അതാണ് ആ തിരിച്ചു വന്നത്. അപ്പം ഉള്ളി ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഉള്ളി മൂത്ത് വന്നു. ഉള്ളി മൂത്ത് വന്നു. ഇനി നമുക്ക് പൊടിച്ച ഇഞ്ചിയിൽ പൊടിയെല്ലാം ചേർത്ത് പൊടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചിയിൽ ബാക്കിയുള്ള പൊടിയെല്ലാം ചേർത്ത് ഇഞ്ചി മൂത്ത ഉള്ളിയിലേക്ക് ചേർക്കാം. അതാണ് ഇഞ്ചിക്കറി. ഉള്ളി മൂത്ത് ഏകദേശമൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി പൊടിച്ചതും അതിലേക്കുള്ള പൊടിയും കൂടിയൊക്കെ ചേർക്കണം. പുളിവെള്ളത്തിയിട്ടത് ഞാൻ പിഴിഞ്ഞെടുത്തു. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ പുളിയും മുളക് പൊടിയും ശകലം മല്ലിപ്പൊടിയും ഒരു പിഞ്ചും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി കലക്കിയാണ് ഒഴിച്ചേക്കുന്നത്. ഉപ്പ് അതിലിട്ടിട്ടില്ല. ഉപ്പ് ഇനിയിപ്പോൾ ഇടും ഞാൻ. പിന്നെ ഒരു ശകലം കായപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ രസം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് ഒരു തരി പഞ്ചസാരയോ ഒരു ശകല ശർക്കരയോ ഇടുന്നതും നല്ലതാണ്. അത് നമ്മൾ ഇഞ്ചിയുടെ
ആ ഒരു കയർപ്പ് രസം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അത് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. നമ്മളൊന്നും ആദ്യമൊന്നും ചെയ്യത്തില്ലായിരുന്നു, ഇപ്പം വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമുക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒരിത്തിരി നേരം ഒന്ന് വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല ഒരു സൂപ്പർ ഇഞ്ചിക്കറിയായിട്ട് വരും. നല്ല നാടൻ ഇഞ്ചിയിട്ട് നല്ല നാടൻ ഇഞ്ചിക്കറിയാണ്. മറ്റേ തൊണ്ടൻ നമ്മൾ ആ വരവിഞ്ചി ഉണ്ടല്ലോ, അത് വെച്ചാൽ അതിനുള്ളൊരു ടേസ്റ്റും കിട്ടത്തില്ല. ഇത് ഏത് സാധനമായാലും അത് തന്നെ നമ്മളെ പെരയിടത്തു നിന്നായാലും നമ്മുടെ ആ ഒരു ഇതിൽ വിളഞ്ഞെടുക്കുന്ന സാധനത്തിന് ഒരു തേങ്ങ ഉടച്ചാലും അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങയെന്ന് പറഞ്ഞാൽ അതുടയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ് ആ തേങ്ങയ്ക്കല്ലേ. ഒരു കാന്താരി മുളകായാലും അതൊന്ന് ഉടച്ചെടുക്കുമ്പോൾ നമ്മളെ പെരയിടത്തു നിന്നുള്ള ഒരിതിന് ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. ഇപ്പോൾ തന്നെ വാഴ ഒരു കൊല നമുക്കിപ്പോൾ ഏകദേശം തൽക്കാലം അത്യാവശ്യത്തിന് നമുക്ക് ആ ഒരു കൊല വെട്ടാം. പിന്നെ രണ്ടാമത്തെ കൊല കാൽപ്പരുവായി. ഇപ്പം അടുത്ത കൊലയും കുലച്ച് എല്ലാം വിരിഞ്ഞു വന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ 3 ഏത്തക്കൊല നിൽപ്പുണ്ട്. ഒരു കൊല വെട്ടാറായി നിൽക്കുക തന്നെ, ബാക്കി എല്ലാ വാഴയും കൊലയ്ക്കാറായി നിൽക്കുന്നു. ഇപ്പോഴൊക്കെ ആയിരുന്നെങ്കിൽ ഓണത്തിന് നമുക്ക് നല്ല വില കിട്ടിയേനെയായിരുന്നു. ഓണത്തിന് ഏത്തക്കൊലയൊക്കെ നല്ല വിലയാണ്. അങ്ങനെ എന്തായാലും ആദ്യം നിൽക്കുന്ന ഇത് നമ്മൾ കൊടുക്കുന്നില്ല. അത് നമുക്ക് എന്തായാലും അത് ഇത്തിരി ചെറുത് ഒരു ഇതാണ്. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള ഒരിതുണ്ട്. 3-4 പടലയുണ്ട്. മറ്റ് ഇപ്പോൾ വീണ 2 കൂടെ നല്ല കൊലയാണ്. അത് പരുവായൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുവരെയും ഒരു കൊലയും അങ്ങനെ കൊടുത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമൊന്നും. ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ട് വളമൊക്കെ മേടിച്ചിട്ട് ഇതാക്കി ജോലിക്കാരെയൊക്കെ നിർത്തിയതല്ലേ. നമുക്ക് ഈ പറഞ്ഞ കണക്ക് അന്ന് ആദ്യമൊക്കെ ഇത്രയും മൂട് വാഴ വെച്ചതാണ്. എല്ലാം മരണമൊക്കെ വന്നു, എല്ലാമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി, എല്ലാം പാഴിപ്പോയി. ഇപ്പോഴാണ് ഈ വെച്ച വാഴയെങ്കിലും നല്ലൊരു കൊഴുപ്പിന് വന്ന് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഇഞ്ചിക്കറിക്ക് ഞാൻ ഉപ്പ് നോക്കുകയാണ്. ഏകദേശം നല്ല രീതിക്ക് കണ്ടോ, ഇന്നിപ്പം ഏകദേശം നല്ല കൊഴുപ്പായി വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ കടായിലാണ് വെച്ചത്. നമ്മുടെ ഇരുമ്പുചട്ടി വലുതും പല സൈസിലെ ഇരുമ്പുചട്ടികളുണ്ട്. ഇത് പിന്നെ ഞാനിതിലങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. മക്കൾ കൊണ്ടുവന്ന് പല സൈസിലുള്ള ഇതേപോലത്തെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ പിടിക്കാൻ വെക്കുന്നതിനും ഒരു ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് വെച്ചത്. അപ്പോൾ നല്ല സൂപ്പർ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഞ്ചിക്കറി വയ്ക്കാൻ ഇനി ആർക്കും അറിഞ്ഞുകൂടാന്നൊന്നും പറയരുതേ. അറിഞ്ഞുകൂടാത്തവർക്കും ഇഞ്ചിക്കറി വയ്ക്കാനായിട്ടാണ് ഞാൻ അത്രയും നല്ല രീതിക്ക് ഒരു മനസ്സിലാവുന്ന രീതിക്ക് ഞാനിതാക്കി പറഞ്ഞ് ഇട്ടിരിക്കുന്നത്. അത് നേരത്തെ ഇട്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തിരാടത്തിൻ്റെ അന്ന് രാത്രിയാണ് ഇഞ്ചി വയ്ക്കുന്നത്. ഇത് നേരത്തെ മാങ്ങയും നാരങ്ങയും ഇഞ്ചിക്കറിയും എല്ലാം വീഡിയോ ഇട്ടേക്കുന്നത് എൻ്റെ അറിഞ്ഞുകൂടാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ടോട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് ഉപയോഗപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാനിടുന്നത്. അപ്പോൾ എൻ്റെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ഞാൻ ഒന്നുകൂടി ബാലൻസ് ചെയ്ത് നോക്കുകയാണ്. അപ്പം ഇഞ്ചിക്കറി ഏകദേശം റെഡിയായി. പക്ഷേ ഇനി കിടന്നാൽ അത് വറ്റിപ്പോവും. ശകലം കായപ്പൊടിയാണ് ഇട്ടത് കേട്ടോ. ഒരു ശകലം കായപ്പൊടി ഇടുന്നത് എപ്പോഴും നല്ലതാണ്. ശകലം കായപ്പൊടി ഇടുമ്പം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. കായപ്പൊടിയല്ല ഞാനിപ്പോൾ ഇട്ടത്, ഒരു ശകലം ശർക്കരയാണ് ഇട്ടത്. ഞാൻ ആദ്യമായിട്ടാണ് പഞ്ചസാരയും ശർക്കരയും അങ്ങനെ ഒന്നും ഇടൂലായിരുന്നു. ഇപ്പം ഞാൻ ഇട്ട കായപ്പൊടിയൊക്കെ നേരത്തെ ഒരു ശകലം തൂറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പം അത് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നമുക്കെല്ലാം ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഇപ്പം ഞാനിട്ടത് ശകലം ശർക്കരപ്പൊടിയാണ്. അപ്പം എല്ലാം ഓക്കെ ആയി. നമ്മുടെ ഇഞ്ചിക്കറിയും റെഡിയായി. കണ്ടോ, നല്ല സൂപ്പർ ഇഞ്ചിക്കറിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല ഇഞ്ചിക്കറി ഓക്കെ.
ഇതാണ് എൻ്റെ ഇഞ്ചിക്കറിയുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാ സുഹൃത്തുക്കൾക്കും ഉത്രാടാശംസകൾ, ഒന്നാം ഓണം ആശംസകൾ. എല്ലാവരും ഉത്രാടപ്പാച്ചിലായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഓണാശംസ പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല സൂപ്പർ ഇഞ്ചിക്കറിയെന്ന് ഞാൻ ഉപ്പ് നോക്കിയിട്ട് പറയുകയാണ്.